പറയുമ്പോൾ എന്തായാലും എനിക്ക് വസന്തിലേക്കായിരുന്നു വരേണ്ടത്. പക്ഷേ താങ്കൾ ഈ 8 മണിക്ക് ശേഷം മറ്റൊരു സെമിനാറിൽ പങ്കെടുക്കണമെന്ന് ചർച്ചയിലേക്ക് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല എന്നെപ്പോലെ ഒരാൾക്ക് ഈ ഒരു ചോദ്യം, പ്രിന്റുവിൻ്റെ ഒരു ഓഫർ മുന്നിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാനൊരു മാധ്യമപ്രവർത്തനമൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും സെബാസ്റ്റ്യൻ പോൾ സാറിൻ്റെ ആർട്ടിക്കിളുകളൊക്കെ വായിക്കുകയും വിലയിരുത്തുകയും അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ പ്രോഗ്രാം കാണുകയും അദ്ദേഹത്തിൻ്റെ ചില സെമിനാറുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഈ ചോദ്യം തെറ്റായാൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഒരു ഡിസ്കഷൻ ആണല്ലോ ഇത്, അതിലൊരു ഓഫറാണല്ലോ പ്രിന്റ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ ചോദ്യം എനിക്കൊന്ന് അങ്ങോട്ടേക്ക് കൺവെർട്ട് ചെയ്ത് തന്നില്ല എങ്കിൽ ടെലിവിഷൻ പ്രേക്ഷകർ കാണുന്നവർ സംശയം പ്രകടിപ്പിക്കുമല്ലോ, എന്തുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് മറുപടിക്ക് ഉത്തരം പറയാനൊരു അവസരം നൽകിയില്ല എന്ന്. ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നില്ല. ആ ഓഫറും ആ വാതിൽ തുറന്നിട്ടത് താങ്കൾ കേട്ട് കാണുമല്ലോ, അതിനുള്ള മറുപടി. അല്ല, പ്രിന്റ് അങ്ങനെ ഒരു ഗൗരവത്തോടുകൂടി വാതിൽ തുറന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, പ്രിന്റ് ഇപ്പോൾ ഔദ്യോഗികമായി പദവികളൊക്കെ അലങ്കരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കടക്കാനുണ്ടാവില്ല എന്ന് സെബാസ്റ്റ്യൻ സാർ വരുമ്പോൾ ഞങ്ങൾക്ക് ഗൗരവത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു, വളരെ ഗൗരവത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അത് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ആരുടെ വരവും സ്വാഗതം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് BJP നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ഒരു ചർച്ചയിൽ ചില കാര്യങ്ങൾ പറയുന്നു എന്നതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിലോ നിലപാടിലോ നിതീഷ് കുമാറിനെ പോലെ മാറ്റം വരുത്തി എന്ന് ധരിക്കരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരും അപ്രകാരം ഒരു തെറ്റിദ്ധാരണയ്ക്ക് വശംവദനാകരുത്. റൈറ്റ്. അവസാനം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തെങ്കിലും കൂടി കൂട്ടിച്ചേർക്കാനുണ്ടോ? ചർച്ച അല്പസമയം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. താങ്കളുടെ ഒരു സമയ പരിമിതി എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അല്ല, അവിടെ ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ചില കാര്യങ്ങൾ പറയുന്നു, അതിൽ ചില കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ അർത്ഥം ഒരു പ്രതിപക്ഷ മുന്നണി ഇന്ത്യയിൽ ആവശ്യമില്ല എന്നോ, ഇന്ത്യ മുന്നണി എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ ഒരു മുന്നണിയുടെ രൂപീകരണം അത് യാഥാർത്ഥ്യമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടോ അല്ല. അത് അങ്ങനെ തന്നെ വരികയും വേണം. പക്ഷെ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജനുവരി കഴിയാറായി. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മധ്യത്തിൽ ഉണ്ടാകാൻ പോകുന്നതാണ്. ഇനി സ്ഥാനാർത്ഥി നിർണയം, ക്യാമ്പയിൻ തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ഈ അവസ്ഥയിലും ആ മുന്നണിക്ക് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അവിടെ അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ആ മുന്നണിക്ക് ഒരു കൺവീനറുടെ കാര്യം വരുമ്പോൾ പോലും ഈ രീതിയിൽ ശിഥിലീകരണ രീതിയിലുള്ള നീക്കങ്ങൾ, നിലപാടുകൾ ഉണ്ടാകുമ്പോൾ ഇനി അഥവാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി മന്ത്രിസഭ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയാൽ ഈ നേതാക്കന്മാരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവരുടെ നിലപാട് എന്തായിരിക്കും? ഒരു മാന്യമായ, ആദരണീയമായ, സമാദരണീയമായ ജനാധിപത്യ നിലപാട് ഇവർക്കുണ്ടാകുമോ? ഈ കാര്യത്തിലൊക്കെ സാധാരണ വോട്ടർമാർക്കുണ്ടാകുന്ന ആശങ്ക, ആ ആശങ്കയിൽ ഞാനും പങ്കുചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ വസന്ത്, അവിടെയാണ് താങ്കൾ